ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ചെടികളെ പരിചയപ്പെടാം. സാൻസവേറിയ പ്ലാന്റ് അല്ലെങ്കിൽ സർപ്പപ്പോള എന്ന് പറയും, പിന്നെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. അപ്പം എനിക്ക് കുറച്ച് കളക്ഷൻ ഉണ്ട്, അതൊന്ന് പരിചയപ്പെടാം. ഇത് നല്ലൊരു പ്ലാന്റ് ആണ്, നല്ല രസമില്ലേ. ഇത് മറ്റൊരു സ്നേക്ക് പ്ലാന്റ്. ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇത് വേണമെങ്കിൽ നമുക്ക് വലിയ പോട്ടിൽ വളർത്താം, ഇത് കുറച്ചുകൂടെ വലുതായിട്ട് വളരും. ഒരു ചെറിയ ടൈപ്പ്. ഇത് നിങ്ങൾ കണ്ടു കാണും, വഴിവക്കിലൊക്കെ കാണും, ഈ കാട്ടുപ്രദേശങ്ങളിലൊക്കെ കാണും. ഇത് ഞാനൊരു ഹാങ്ങിങ് പോട്ടിലാണ് വളർത്തിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു ടൈപ്പ് ഇതിന്റെ ഇല ഇങ്ങനെ ഉരുണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് ഈ പുരയിടങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ അങ്ങനെ കളക്ട് ചെയ്തതാണ്. ഇതിനൊക്കെ ഇപ്പം നല്ല ഡിമാൻഡാണ്, കാരണം ഓക്സിജൻ പ്ലാന്റ് എന്ന് പറയും ഇതിന്. അപ്പം നമുക്ക് വീട്ടിനകത്ത് വളർത്തിയ ഓക്സിജൻ കിട്ടും. എയർ പ്യൂരിഫൈ പ്ലാന്റ്. അപ്പം എയർ പ്യൂരിഫയർ എന്ന് പറയാം. ഇതിപ്പോൾ നമ്മുടെ ഡ്രോയിങ് റൂമാണ്. ഇതിനകത്ത് ഒരു ചെടികളും ഇപ്പോൾ വച്ചിട്ടില്ല. അപ്പം ഞാൻ ആ സ്നേക്ക് പ്ലാന്റ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാ ഇവിടെ സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇതിനി അകത്ത് വയ്ക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ 3 വലിയ പ്ലാന്റുകൾ വെച്ചു, പിന്നെ ഒരെണ്ണം ഇവിടെ വെച്ചു, പിന്നെ 2 എണ്ണം ഇവിടെ സെറ്റ് ചെയ്തു, പിന്നെ ഒരെണ്ണം അവിടെ മുകളിലോട്ട് വെച്ചു, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ. ഞാനിതൊരു 1.5 ആഴ്ച വച്ചേക്കും. അത് കഴിഞ്ഞ് പുറത്തെടുത്ത് വെയിൽ കൊള്ളിക്കാൻ കൊണ്ടുപോകും. ഇടയ്ക്ക് ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും, കുറച്ച് വെള്ളം. പിന്നെ 1.5 ആഴ്ചയ്ക്ക് ശേഷം പുറത്ത് വെച്ച് ഒരാഴ്ച പുറത്ത് വയ്ക്കും, പിന്നെ വേറെ പ്ലാന്റ് കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് പതിവ്.